അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ എല്ലാ ചെറിയ ചെറിയ റീൽസിലോട്ടാണ് പോണേ. ടൈം കിട്ടുന്നില്ല, പിന്നെ കുറേ അപ്ഡേറ്റുകളൊക്കെ വന്ന്, അപ്പോൾ അതിന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീടൊക്കെ കുറച്ചൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ, അതായത് ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കി ഞങ്ങൾ കാറൊക്കെ കയറ്റാനുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ റൂഫ് ഇട്ട് ടൈലിട്ട് ഗേറ്റ് വെച്ച് അവിടെ ഭിത്തി കെട്ടി, പിന്നെ മേജറായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ വഴി വാങ്ങിച്ച് വഴി സെറ്റ് ചെയ്ത് ഇപ്പോഴത്തെ സ്ഥലം കൊടുക്കാനായിട്ടൊക്കെയാണ്. അപ്പോൾ അത് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായിക്കഴിഞ്ഞാൽ അത് ക്ലീനായി കിട്ടും. ഭയങ്കര ബിസി ആയിരുന്നു ഈ ഇടയ്ക്കൊക്കെ ഇതൊക്കെ പണിയൊക്കെ. അപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ റീൽസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ കാർ ഇവിടെ ഇല്ല കണ്ട. അപ്പോൾ നമ്മുടെ കാറ് ആക്ച്വലി ഞാൻ കൊടുത്തു. പുതിയൊരു കാറ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം വന്ന്, പെട്ടെന്നാണ് ഒരു ആഗ്രഹങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും ആ കാറ് കൊടുക്കാൻ തീരുമാനിച്ചു. പഴയത് കൊടുത്തു, ഓൾറെഡി കൊടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായെന്നറിയാമോ, ഒരു 1 വീക്കോളമായി. അപ്പോഴേക്കും ഞങ്ങൾ എന്തായാലും ഒരു പുതിയ കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഡെലിവറിയാണ്. അപ്പോൾ ഞങ്ങളത് ഡെലിവറി ആകാനായിട്ട് പോവുകയാണ്. ഞാനും ഭാര്യയും ഭാവയും അമ്മയും അവിടുന്ന് പപ്പയും അമ്മയൊക്കെ വരുന്നുണ്ട്. ഏത് കാറാണെന്ന് ആർക്കും അറിയാൻ പാടില്ല, അപ്പൊക്കും എനിക്കറിയാൻ പാടില്ല. അമ്മക്ക് വീടിൻ്റെ അപ്ഡേറ്റ് കേട്ടോ. ഇതൊന്ന് ഇത് മറ്റേ എന്താ പറയുക, തേക്കണം, നമ്മുടെ സൈഡ് തേക്കണം. പിന്നെ എന്താ പറയുക, ഈ ടൈലിട്ട് കണ്ട, ടൈല് ഇട്ട് ഇത് മറ്റേ ഞങ്ങൾ മെഷീൻ ഓടിച്ചിട്ടില്ല, കോമ്പാക്റ്റ് ഓടിച്ചിട്ടില്ല, അത് ടൈം കിട്ടണില്ല. പിന്നെ പണിക്കാരും ബിസി ആയിപ്പോയി. പിന്നെ ഇത് കാറ് കയറി ഒരുവിധം ലെവലായി. ഇവിടെ എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഞങ്ങൾ ടാങ്കാണ്. അപ്പോൾ ചെന്നാൽ വേണ്ട, ഇത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടതാ കേട്ടോ. ചെറുതായിട്ടൊന്നും ഇട്ട, കാരണം അവിടെ നിന്ന് നടന്നു വരാനായിട്ട് വേണ്ട. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെ എമൗണ്ട് സഹിതം ഞാൻ റീൽസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ റീൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈലിടുന്നതിന് എത്രയായി, ഈ റൂഫിന് എത്രയാണ്, ഈ ഗേറ്റിന് എത്രയാണെന്നൊക്കെ എല്ലാ വീഡിയോ റീൽസിലുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാമായിട്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ ഞാൻ റീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചാർട്ടിലടിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ ചെയ്തതാണ്. ഒരെണ്ണം കൂടെ വാങ്ങണം, പുതിയ കാർ എന്ന് വരുമല്ലോ, അപ്പോൾ അതും കൂടെ വെച്ച് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഭയങ്കര ഉപകാരം കേട്ടോ. കാറ്റ് വീഴ്ച അടിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇങ്ങോട്ടൊക്കെ ചാറ്റിൽ വീടില്ല. ഇത് കണ്ട, ഈ ഗേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ തന്നെ പെയിൻ്റ് അടിച്ചതാണ്. അതിൻ്റെയും വീഡിയോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു എമൗണ്ട് ചെയ്തതൊന്നുമല്ല. അത്യാവശ്യം മാർക്കറ്റിനെക്കാട്ടും കുറച്ചും കൂടെ കുറവ് എമൗണ്ടിലൊക്കെ ചെയ്താണ്. ഇതുപോലെ തന്നെ ഗേറ്റ് പുറത്ത് പണിയിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും, നിങ്ങൾക്കറിയാമല്ലോ. ഇത് പക്ഷേ നമുക്ക് നല്ലൊരു വിലക്ക് കിട്ടിയതാണ്, നമ്മളെ കൊണ്ട് പണിയിപ്പിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എഴുപ്പുണ്ട്. 26,000 രൂപയൊക്കെ ഉള്ളൂ ഇതെല്ലാം ചെയ്ത്. കാരണം നമുക്ക് ഒരു പ്രത്യേക ടൈപ്പ് വെക്കണമായിരുന്നല്ല. കണ്ട, ഇവിടെ വേറെ പോസ്റ്റ് ഇട്ട് അവിടെ പോസ്റ്റ് ഇട്ട്, ഇത് മടക്കി ഗേറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് മടക്കി രണ്ടാക്കി മടക്കണ സംഭവമാണ്. ഇതൊക്കെയാണ് അപ്ഡേറ്റ്. ഇനി അടുത്ത പ്രാവശ്യം പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ സെറ്റായി. പെയിൻ്റ് അടിക്കണം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ടൈലിൻ്റെ ചെറിയ ചെറിയ പൊട്ടലും അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അത് അടുത്ത ഒരു മഴയൊക്കെ കുറഞ്ഞായിട്ട് ചെയ്യാമെന്നുള്ള വിചാരിച്ചു. അതൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയിട്ടോ. ഭയങ്കര സന്തോഷിച്ചിരുന്നു വെച്ചാൽ കാറ് വാങ്ങുന്നേ. പഴയ കാറ് കൊടുത്തപ്പോഴേക്കും ഭയങ്കര പാവം, ഭയങ്കരമായിട്ട് കരച്ചിലായി. കാറ് കൊണ്ടുപോകുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് കരച്ചിലായിപ്പോയി. കാറ് അപ്പോഴേക്കും പുതിയ കാറ് വേണ്ടാന്ന് വരെയായി. എനിക്ക് പഴയ കാറ് മതി, കാരണം അവൻ ജനിച്ചപ്പോൾ തുടങ്ങി കാറല്ലേ. പിന്നെ കുറച്ച് നേരമൊക്കെ ഇറങ്ങി, പിന്നെ ആ സങ്കടം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മാറി. പിന്നെ പിറ്റേ ദിവസം തുടങ്ങി പുതിയ കാറെപ്പോഴും എല്ലാ ദിവസവും ചോദിക്കില്ല. അപ്പോൾ ഇന്ന് വരും, പക്ഷെ പാവം ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത് കണ്ട, വീട് മുഴുവൻ കുത്തി വരച്ചിട്ടേക്കോ. ഇതുകൊണ്ട, ഇതാണ് പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞാൽ. ഞങ്ങൾ പെയിൻറ്റിന് എസ്റ്റിമേറ്റ് ചോദിച്ചപ്പോഴേ 70,000 രൂപയൊക്കെ പറഞ്ഞു. 70,000 80,000 രൂപയെ പോകുന്നു ഫുള്ള്. പക്ഷേ ഭിത്തിയൊക്കെ നോക്കി അവിടെ ഈ ഭാഗം പണിതപ്പോൾ തുടങ്ങി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫോക്കസ് കണ്ട, അവിടെ ഒരു ചെറിയ ഇത് കണ്ട, അവിടെ ടാങ്ക് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ മാറ്റി വെപ്പിച്ച്. ഇപ്പം അധികം പ്രശ്നമില്ല, പക്ഷെ അവിടെ ഒരു വിള്ളലൊക്കെ വേണ്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അടുത്ത വേനൽക്കാലത്ത് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഈ മഴ കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാനായിട്ട്. മനു ഭയങ്കര ഗൗരവത്തിലിരിക്കുക. നമ്മളൊരു കോമ്പാക്ട് SUV എടുത്തേക്കണം, കാരണം നമ്മുടെ വഴിയിലോട്ട് വളഞ്ഞു കയറുകയും ചെയ്യണം, എന്നാൽ അത്യാവശ്യം ഫീച്ചറൊക്കെ വേണമെങ്കിലും ചെയ്യണം. ഈ പ്രാവശ്യം കുറച്ച് ഫീച്ചർ കൂടുതലുള്ള ടോപ്പ് എൻഡ് വേരിയൻ്റ് എടുത്തേക്കണം. ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പ് എൻഡിന് തൊട്ട് താഴത്തുള്ള വേരിയൻ്റ്. കാരണം ടോപ്പിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നി, കാരണം ഈ ടോപ്പിൻ്റെ താഴത്തുള്ള വേരിയൻറ്റിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈവൻ അലോവീലും കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുള്ളൂ. പക്ഷേ അലോവീലിൻ്റെ ഭാഗത്തോട്ട് വേറൊരു ഹൈപ്പർ വീലിനൊക്കെ പറഞ്ഞൊരു വീലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കാറാണെന്ന്. അത് തന്നെ. അപ്പോൾ നോക്കി കാറോട് കാണാം കേട്ടോ. അപ്പോൾ ഒരു പേർക്കെല്ലാം ഞങ്ങൾ എത്തിയേട്ടാ. വെയിറ്റ് ചെയ്യുക. പപ്പയും മമ്മിയും കൂടെ വരാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പേയ്മെൻറ്റ് കൂടെ നടത്താനുണ്ട്. അതും കൂടെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഭയങ്കര ഗെയിം കളി ഇപ്പം ഈ ഇടയ്ക്ക്.
പക്ഷേ കൺട്രോൾഡ് കളി അതൊക്കെ നല്ലോണം ഓടിക്കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഒരു മണിക്കൂർ കൊടുക്കാറുണ്ട് ദിവസം അല്ലേ. എന്നാലും അവൻ അത്യാവശ്യം കളിക്കട്ടോ. നല്ല ബുദ്ധിയുള്ള കളികളൊക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനൊരു ഗെയിമറായിരുന്നു. ഗെയിം കളിച്ചോട്ടെ, ഏതിലാണ് ഭാര്യ വെക്കുന്നത് പറയാൻ പറ്റില്ല. ഗെയിമറാണെങ്കിൽ ഗെയിമർ ആയിക്കോട്ടെ, ഒരു പ്രശ്നമൊന്നുമില്ല അല്ലേ ഭാവ? ആ അതെ അതെ. ഞങ്ങളിപ്പോ ഇറങ്ങുവാട്ടാ. മറ്റേ അവര് എല്ലാം വീഡിയോ ഒക്കെ അവരെ എടുത്തിട്ടുണ്ട്. എങ്ങനെ എടുത്തേക്കണെന്ന് അറിയില്ല. നമ്മള് സന്തോഷത്തിന്റെ പരമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നല്ല ഇതൊക്കെ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നൊരു സുഖം. നമ്മള് എടുത്തേക്കുന്ന വണ്ടിയാന്ന് പറയാല, ടാറ്റ പഞ്ചാണ്. EV എടുക്കാന്ന് വിചാരിച്ചതാണ്. ഫേസ് ലിഫ്റ്റ് പഞ്ചാട്ടോ. EV എടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ EVയിലോട്ട് പോയില്ല. കാരണം 3 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുകയും ചെയ്യണം. പിന്നെ നമ്മുടെ ഓട്ടത്തിന് ഇതിനനുസരിച്ചൊക്കെ പറ്റില്ല. ഒരു 4 വർഷം കൂടെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ EV എടുക്കും. ഇപ്പൊ തൽക്കാലത്തൊക്കെ ഇത് മതി. ഇത് നമുക്ക് എല്ലാ മോഡലും കിട്ടുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് ഫുള്ളായിട്ടൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പൊ ഓക്കെ, ടോയ്സ് വാങ്ങിക്കാട്ടോ. പോവാം വാങ്ങിക്കാം. അത് കൂട്ടാണോ? അത് കൊടുന്ന കാറിൽ നിറക്കാനായിട്ട് ഞങ്ങൾ കുറെ പാടുപെട്ടാ. നല്ല പാടായി. ഇപ്പൊ ഞങ്ങളിപ്പോ കയറുന്നുള്ളൂ. അപ്പോഴേക്ക് ഞങ്ങൾ എന്തായാലും അതിനെ കുറക്കാൻ വേണ്ടിട്ട് വിളക്കാൻ പെട്ട പാട്. കാറിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മറ്റന്നാളൊക്കെ ടൈം പോലെ എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അവിടെ നിന്ന് ലെക്സോണിൽ നിന്ന് കിട്ടിയതാട്ടോ. ലെക്സോൺ ടാറ്റേന്ന് കുറച്ച് ഗുഡീസാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കുറേ ചോക്ലേറ്റുകളാണ്. മില്ലറ്റ്സിൻ്റെ അതെ. പിന്നെ സീരിയൽസ്. പിന്നെ എല്ലാം മറ്റേ അവരുടെ ബനാന ക്രീം ബൈറ്റ്സ് അങ്ങനത്തൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചീസ് ബോള്. വാട്ട് ഈസ് ദിസ്? ചോക്ലേറ്റ്. അതൊക്കെ കൂടെ കേക്ക് കഴിക്കുമായിരുന്നു കേട്ടോ. അവിടുന്ന് നന്നായിട്ട് കേക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഓരോരോ ഇതാ കഴിക്കണത്. ഈ ബൈറ്റ്സ് ഇല്ലേ, നമ്മൾ ചെറിയ ചെറിയ ചിപ്സ് പോലത്തേക്കാ. അതെ, ചോക്ലേറ്റ് എന്തോരം ഉണ്ടെന്ന് നോക്കട്ടെ. 6 ചോക്ലേറ്റ് ഉണ്ട്. ഇത്രയാണ് സംഭവം. അവിടെ ഫുള്ള് മറ്റേ കുടുംബശ്രീക്കാരാണ്. അത് കാരണം കൊണ്ടാണ് കാറിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. എന്തായാലും ആ കാറിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാറ് ഡെലിവറി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമായിട്ടാ. ഇന്നലെ എന്താ പറയുക, ഞങ്ങൾക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. രാവിലെ വെളുപ്പാകാലത്ത് പോയിട്ട് ഇന്നലെ രാത്രി ഏകദേശം 10 കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ 10, 12, 13 മണിക്കൂർ ഇന്നലെ ഫുള്ള് ഓട്ടം തന്നെയായിരുന്നു. അതിന് മുമ്പത്തെ ദിവസമൊക്കെ എനിക്ക് ചെറിയ തോതിൽ വയ്യായിരുന്നു. സാറ്റർഡേ സൺഡേ അല്ല തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ഞാൻ ലീവായിരുന്നു. പിന്നെ സാറ്റർഡേ കുറച്ച് കഴിയുമ്പോഴേക്ക് മാറിയതാണ്. കുറച്ച് എന്താ പറയുക, ഒരു ചെറിയ ഫീവറും കുറച്ച് കോൾഡൊക്കെ ആയിട്ടായിരുന്നു. അത് മാറിയിട്ട് ഇന്നലെ പിന്നെ വലിയൊരു ട്രാവൽ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സീനായി. കാരണം കാറ് കൊണ്ടുവന്ന ദിവസം ഞാൻ ഉറങ്ങിയില്ല. കാരണം രാവിലെ കല്യാണത്തിനൊക്കെ പോകാറുണ്ട്. ഏകദേശം 3-3.5 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. പിന്നെ ഇന്നലെ രാത്രി എത്തിക്കഴിഞ്ഞിട്ട് നല്ലോണം ഉറങ്ങി. പക്ഷെ എന്നിട്ടും പോരാ. ഇപ്പോൾ വീണ്ടും ചെറിയ തോതിൽ ഫീവർ ഇഷ്യൂ പോലെ ആയി വരുന്നുണ്ട്. പക്ഷെ എന്നാലും സാരമില്ല. അപ്പോൾ പുതിയ കാറിൻ്റെ മറ്റേ കുറച്ച് ഇതൊക്കെയാണ്, ഏതൊക്കെ വേരിയൻ്റാണ്, ഏത് വേരിയൻ്റാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ടാണ്. കാർ തൊട്ട് ഫ്രണ്ടിൽ കിടപ്പുണ്ട് കേട്ടോ. ആരും അവിടെ തീയിടും. അത് കാരണം നിറച്ചും പുകമയം. പിന്നെ മഴക്കാറും ഉണ്ട്. നോക്കിയേ, നല്ല മഴക്കാറും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡെപ്ത് റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഫസ്റ്റ് റിവ്യൂ. ഏത് ഫീച്ചർ, ഏത് മോഡലാണ്, ഫീച്ചറൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ചെറിയൊരു ഇത്. ഇൻഡെപ്ത് റിവ്യൂ കുറച്ചൊക്കെ ഓടിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് പറയാം. ഇത് നമ്മുടെ ടാറ്റ പഞ്ച്, എല്ലാവർക്കും അറിയാം, ഫേസ് ലിഫ്റ്റ് മോഡൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇന്നലെ ഓടിച്ചിട്ട്. നല്ല ഇത് മറ്റേ പഴയ പഞ്ചിനെക്കാട്ടും കുറച്ചും കൂടെ സ്പേഷ്യസും ഭയങ്കര ഒരു എന്താ പറയുക, കുറച്ച് ബൾക്കി ഫീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഉണ്ട്. ഇത് ഡ്രസ്സ് അലക്കി ഇട്ടേക്കുവാണ്. മഴ പെയ്ത് വെച്ചിട്ട് അമ്മ എടുത്ത് വെച്ചേക്കുവാണ്. ഓക്കെ, നമ്മൾ തിരിച്ച് റിവ്യൂലോട്ട് വരാം. അപ്പോൾ ഇത് ടോപ്പ് വേരിയൻ്റ് അല്ല. ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അക്കംപ്ലിഷ് പറഞ്ഞൊരു മോഡലാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡൽ. അത് ഡബിൾ ടോൺ കളറൊക്കെയാണ്. അതായത് അക്കംപ്ലിഷ് അല്ല, അക്കംപ്ലിഷിൻ്റെ തൊട്ട് താഴത്തുള്ള മോഡലാണ്. അതെന്ന് പറയുമ്പോഴേക്കും എന്താ പറയുക, അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് അഡ്വഞ്ചറും മാത്രമല്ല, അഡ്വഞ്ചറിൻ്റെ ഒരു പ്ലസ് അഡീഷനും കൂടെ ഉണ്ട്. അത് അഡ്വഞ്ചർ എസ് എന്ന് പറഞ്ഞ മോഡൽ. ഈ അഡ്വഞ്ചർ എസ് എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ റൂഫ് റെയില്, പിന്നെ നമുക്ക് ഒരു എന്താ പറയുക സൺറൂഫാണ്, വോയിസ് അസിസ്റ്റഡ് സൺറൂഫാണ്. അപ്പോൾ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അലോവീലല്ല കിട്ടുന്നത്, നമുക്ക് ഹൈപ്പർ വീൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷേ അലോവീൽ പോലെ തന്നെ ഇരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട്. ഇത് ഹൈപ്പർ വീലാണ്, ടാറ്റയുടെ ഒരു പുതിയ ഇൻട്രൊഡക്ഷനാണ്. ലുക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നല്ലൊരു ബീസ്റ്റി ലുക്കാണ്, നല്ല സ്റ്റൈലായിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, പുറകിലെ ലുക്ക് കാണിച്ചില്ല. പുറകിലും കുറച്ച് മാറ്റങ്ങൾ ഈ പ്രാവശ്യം വരുത്തിയിട്ടുണ്ട് ഇവർ കേട്ടോ. കണ്ടോ, പുറകിൽ നമ്മുടെ നെക്സോണിൻ്റെ ഒക്കെ പുറകിൽ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്. കണ്ടോ, നമ്മുടെ വീട്ടിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നോക്കിയേ കുറച്ച് സ്പേസാണ് ഉള്ളു. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് കയറ്റിയിടുകയാണ്. സൈഡ് ഇങ്ങോട്ട് കുറച്ച് അഡ്ജാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ എനിക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് പുറത്തെ കാഴ്ചകൾ. എന്താണ് അക്കംപ്ലിഷ്ഡ് പിന്നെ അഡ്വഞ്ചറായിട്ട് വ്യത്യാസം. അഡ്വഞ്ചർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അഡ്വഞ്ചർ എസ് ആണെങ്കിലും മനസ്സിലാവും. അഡ്വഞ്ചർ എസ്സിലാണ്, അഡ്വഞ്ചറിൽ ഇതൊന്നുമില്ല കേട്ടോ, ഈ റൂഫ് റെയിലില്ല. അഡ്വഞ്ചർ എസ് എന്ന് പറയുന്ന മോഡൽ, സൺറൂഫ് മോഡലിലാണ് ഈ റൂഫ് റെയിലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഏറ്റവും ടോപ്പ് മോഡലാണ് അക്കംപ്ലിഷിൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സുകളൊക്കെയാണ് ഉണ്ട്. അതെല്ലാം ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള കുറച്ച് പുതിയ ഫാൻസി ഫീച്ചേഴ്സ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് കാരണം കൊണ്ട് നമുക്ക് അതിലോട്ടൊന്നും പോകേണ്ടെന്ന് ആവശ്യമില്ല. ഇത് നമുക്ക് ഈ അഡ്വഞ്ചർ എസ് എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം വൈഫിന് റൂഫ് റെയിൽ വേണമായിരുന്നു. പിന്നെ വാവക്ക് സൺറൂഫ് ഒരു ചെറിയൊരു ആഗ്രഹമാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ എടുത്തതാണ്. നമ്മൾ മറ്റേ ഇതിൻ്റെ തൊട്ട് താഴത്തെ വേർഷനിൽ തന്നെ 360 ക്യാമറ ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു സന്തോഷം തോന്നി എടുത്തതാണ്. അപ്പോൾ ഇതാണ് കീ, ലോക്ക് അൺലോക്ക്, പിന്നെ അറിയാമല്ലോ ബാക്കിയെല്ലാം, ഹെഡ്ലൈറ്റിൻ്റെയും. പിന്നെ ഇത് ഡിക്കി ഓപ്പൺ ചെയ്യണം. ഡിക്കി കുറച്ച് പാടുപെട്ട് ഞാൻ ആദ്യം വിട്ട് ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിവിടെ ആ സ്വിച്ച് ഇത് തപ്പിയെടുക്കാനായിട്ട് പാടുപെട്ട് സ്വിച്ച് കുറച്ച് ഐഡൻറ്റിഫൈബിൾ ആയിട്ടല്ല ഇരിക്കണത്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നോർമൽ കീ. അപ്പോൾ നമ്മളിപ്പോൾ അൺലോക്ക് ചെയ്യുക, അൺലോക്കായി കയറുക. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കണ്ട, ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത്, ഫ്രണ്ടിലെ വ്യൂ. കൊള്ളാം, അത്യാവശ്യത്തിൽ നല്ല വ്യൂ ഒക്കെയാണ്. അപ്പോൾ നമുക്കൊരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. ഇത് ഏറ്റവും ടോപ്പ് മോഡലിൽ കുറച്ചും കൂടെ ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ കുറച്ചും കൂടെ കൂടുതൽ വലിയ സ്ക്രീനാണ്. നമുക്കിത് അത്യാവശ്യത്തിന് ഇത് മതി. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടി വരുന്ന രണ്ട് സാധനങ്ങളാണ്. ആപ്പിൾ കാർപ്ലേ എനിക്ക് അത്യാവശ്യമാണ്. പിന്നെ വൈഫ് ആണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ. വൈഫ് ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ ആപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് AC ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങൾ. ബാക്കിയുള്ള എല്ലാം ഫാൻസി ഫീച്ചേഴ്സുകളാണ്. പിന്നെ നമുക്ക് വോയിസ് അസിസ്റ്റ് വരുന്നുണ്ട്, സ്റ്റെയറിംഗ് മോഡൽ കൺട്രോളുകളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇത് എനിക്ക് അത്യാവശ്യമില്ലാത്തൊരു ഫീച്ചറാണ് നമ്മുടെ ക്രൂസ് കൺട്രോൾ. അപ്പോൾ ഇനി ചിലപ്പോൾ ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഓടിച്ച് നോക്കും. പക്ഷേ ഇതിന് പകരമായിട്ട് ക്രൂസ് കൺട്രോളിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഫീച്ചർ മതിയായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എനിക്കതിനോട് ഒരു ഇതില്ല, വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് എക്കോണമിയിലും സിറ്റിയിലും കൂടെ ഫോക്കസ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിട്ട് കഴിഞ്ഞാൽ എക്കോണമിയിലും സിറ്റിയിലും കൂടെ ആയിട്ട് നമുക്ക് മാറ്റി രണ്ട് മോഡൽ യൂസ് ചെയ്യാൻ പറ്റും. അറിയാലോ, 6 എയർ ബാഗാണ്, ഫുൾ സറൗണ്ടിങ് എയർ ബാഗ് ഉണ്ട്. നമുക്ക് ഇവിടെ ഈ എസ് എന്ന് പറയുന്ന മോഡലിലാണ്, അഡ്വഞ്ചറസ് എന്ന് പറയുന്ന മോഡലിലാണ് നമുക്ക് ഫ്രണ്ടിൽ ഈ ഇത് ഹോൾഡർ ഉള്ളൂ. പിന്നെ അറിയാലോ സൺറൂഫ് എന്താ, ഇത് കുറച്ചും കൂടെ ലൈറ്റ് വരും. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലൊരു വ്യൂ. ഇതിൽ വരുന്ന ചെറിയ ഫീച്ചറുണ്ടല്ലോ, അതെല്ലാം ഞാൻ എൻ്റെ ചെറിയൊരു ബ്രൗഷർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇതേ ആദ്യക്കൂട്ടൻ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഈ കാറിൻ്റെ ഉള്ളിൽ കയറിക്കണം. ആദ്യക്കൂട്ടൻ വന്നിട്ടാ അംഗൻവാടി പോയി കൊണ്ടതാണാ. അപ്പം എങ്ങനെയുണ്ട് പുതിയ കാർ, എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഇഷ്ടമായാ? അതുകൊണ്ട് ഇഷ്ടമായല്ലേ? ഏത് കളർ കാറാ? അതുകൂട്ടം പറഞ്ഞിട്ടല്ലേ റെഡ് വാങ്ങിച്ചേ? അതുകൊണ്ട് ഓടിച്ചാടി കാറി കയറി കേട്ടോ. അപ്പം ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കണപ്പോഴേക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ഇതിൻ്റെ ലോവർ എൻഡ് വേർഷനിലോട്ട് പോവാണ്ട് നമുക്ക് അഡ്വഞ്ചറിലോട്ട് തന്നെ വരാനുള്ള മെയിൻ കാരണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ക്യാമറ.
നമുക്ക് ഇപ്പോൾ 360 ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് 360 ബ്ലൈൻഡ് സ്പോട്ടും ഉണ്ട് കേട്ടോ. ബ്ലൈൻഡ് സ്പോട്ട് ഐഡന്റിഫയർ മിറർ, അതിനെന്തോ പേരുണ്ട്, അത് ഞാൻ മറന്നുപോയി. ബ്ലൈൻഡ് സ്പോട്ട് ഇതാക്കുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രൈവ് അവിടെ വളച്ചെടുക്കാൻ എന്തോ 1 ബ്ലോക്ക് ഇടാം. അത് കൂടെ ഈ ഒരു മോഡല് ഇത് പല ഇതിലെടുക്കാട്ടോ. അപ്പൊ എനിക്ക് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ കാറിൽ ഫീച്ചർ തോന്നിയത്. അതായത് നമുക്ക് അവിടെ ഡ്രൈവ് ചെയ്യണ്ടല്ലോ, ആ ഡ്രൈവ് ഇവിടെ നിന്ന് വളച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 360 ക്യാമറ ഉള്ള കാരണം കൊണ്ട് നമുക്കിപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ, ഇവന് കുറച്ച് എൻ്റെ പഴയ കാർ ടിയാഗോ വരുന്നല്ലോ, അപ്പോൾ ഈ ഒരു മോഡലായപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ. ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം വെള്ളോട്ടും ബാക്കോട്ട് എടുക്കേണ്ടി വരും. എന്നാലും അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ആയിക്കണത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴത്തുള്ള വേരിയന്റ് എടുക്കുള്ളൂ. അതായത് ഇതിൻ്റെ താഴത്തെ വേരിയന്റ് തന്നെ അതിലൊരു എസ് മോഡലിന്റെ പ്യുവർന്നോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നത് അതിന്റെ താഴത്തെ വേരിയന്റ്. അതിലും ഒരു പ്യുവർ പ്ലസ് എസ് എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതിലും നമുക്ക് സൺറൂഫ് കിട്ടും. പക്ഷെ സൺറൂഫ് അല്ല എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ഈ സാധനങ്ങളാണ്. ആൻഡ്രോയിഡ് ഓട്ടോയും പിന്നെ ആപ്പിൾ കാർപ്ലേയും പിന്നെ 360 ക്യാമറയും ഇതൊക്കെ ഉള്ള കാരണം കൊണ്ടാണ്. പിന്നെ ഈ മിറർ അടയുന്ന സംഭവങ്ങൾ, ഇതൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ മോഡലിലോട്ട് പോയത്. അപ്പോൾ ഇത്രയാണ്, ഇതാണ് ഏറ്റവും കൂടുതൽ. അത് നമുക്ക് ഇവിടെ ഇതുണ്ട്. പിന്നെ റിവേഴ്സ് ഇട്ടാലും നമുക്ക് വരും. ഇത് നമുക്ക് അല്ലാണ്ട് തന്നെ ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഇതിലോട് ഭയങ്കര താല്പര്യം കേട്ടോ. അവൻ്റെ ഇപ്പോഴത്തെ മേജർ സംഭവമാണ് ഈ സ്ക്രീനിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കാന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഫീച്ചർ വരുന്നത്. നമുക്ക് പിന്നെ ഒരു കാര്യം കാണിച്ചത് ഈ സൺറൂഫ്. അതിപ്പോൾ കണ്ടോട്ടോ, ഇത് നമുക്ക് വോയിസ് അസിസ്റ്റഡ് ആണ്, അല്ലാണ്ട് തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ വോയിസ് അസിസ്റ്റഡിലാണ് ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് ഞെക്കി കഴിഞ്ഞാൽ കണ്ട ഈ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ഇതങ്ങ് ഇതായിക്കോളും. ഇല്ലെങ്കിൽ എനിക്ക് ആപ്പിൾ വേണ്ട. ഡാഡക്ക് എന്ത് വേണം? ഡാഡക്ക് ഇവരുള്ള കാരോട് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ ഒരു ആപ്പിൾ കുഞ്ഞു പീസ് തരുമോ? അതെക്കൊണ്ട് ഞാനിപ്പോൾ ആപ്പിൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പോ താങ്ക് യു, വെൽക്കം. വീഡിയോ എടുക്കുന്ന ടൈമിൽ ആരോ വന്നിട്ടാ, എനിക്ക് തോന്നുന്നു സെൻസസ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ അത് കഴിയട്ടോ. സേ കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഓപ്പൺ സൺ റൂഫ് കണ്ട ഓപ്പണായി. ഇതാണ് ഫീച്ചർ. വെറുതെ അനാവശ്യ ഫീച്ചറാണ്. പിന്നെ വീണ്ടും പിടിച്ചു കഴിഞ്ഞാൽ ക്ലോസ് സൺ റൂഫ്. ഇതാണ് സംഭവം. ചെവി കേൾക്കാൻ പറ്റുമോ? ആദ്യക്കൂട്ടം ഭയങ്കര ബ്ലോഗറായി പറയുന്നുണ്ട്. ഇവിടെ ഇത് ഭയങ്കര വർത്താനമായിരുന്നു. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കും. പക്ഷെ അവിടെ എനിക്ക് ക്യാമറ ഒക്കെ പറഞ്ഞു തരുമായിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റുമത് അല്ലേ മുത്തേ? അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ? അപ്പൊ അത് പുറകിലൊരു AC, അത് ഞാൻ പുറകിലിരുന്നിരിക്കും. ഇവർ രണ്ടുപേരുള്ള കാരണം കൊണ്ട് എനിക്ക് മര്യാദ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ രണ്ടിനെ അകത്തോട്ട് പറഞ്ഞിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, മേളിക്കാരുടെ വീഡിയോ എടുത്താ അതൊക്കെ മേളിക്കാരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എടുക്കുവാട്ടെ. ഇപ്പൊ തൂങ്ങലേ അതുമ്പോ തൂങ്ങലേ, കാല് നോക്കണം കേട്ടോ. ഇങ്ങനെ മോൻ ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്കിട്ട് വേണം ഇറങ്ങാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതുമേ കൊണ്ട് ചിലപ്പോ കാലിടയിൽ പോയി കഴിഞ്ഞാൽ മോന് കാലിന് ചെറിയൊരു പ്രശ്നം വരും. അപ്പൊ അത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചൈൽഡ് ഫ്രണ്ട്ലി അല്ല, ചിൽഡ്രൻ ഫ്രണ്ട്ലി കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം കുറച്ചും കൂടെ ഇങ്ങനെ നീട്ടത്തിലായിട്ട് ഇവിടെ നിന്ന് ഫുള്ളായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ പിള്ളേര് ഫ്രണ്ടിൽ ഇരിക്കാൻ തരാം. പക്ഷെ ഇങ്ങനെ കാറിലൊക്കെ ആയിരുന്നു കളിക്കുമ്പോഴേക്കേ കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഹോളിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പ്രശ്നമില്ല, പക്ഷേ ഈ ഹാൻഡ് ബ്രേക്ക് ഇവിടെ ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം എനിക്ക് സ്ഥിരം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കൈ എത്താനായിട്ട് കുറച്ച് പാടാം. ഇവിടെ അമ്മയെ ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ എപ്പോഴും ഇതിന്റെ മേലോട്ടായി കൈ വലിക്കാൻ സിമ്പിൾ അല്ല. ഞാൻ ഇപ്പുറത്തല്ലേ ഇരിക്കണം, എനിക്ക് കൈ ഇങ്ങോട്ട് വരില്ല. ആക്സിഡന്റ് ആയിട്ട് ഇരിക്കണമല്ല, അത് ഓരോ വീഡിയോ. ഇവൻ ഈ ആക്സിഡന്റ് ഹാപ്പൻസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് യൂട്യൂബിൽ. അത് കണ്ട് ഫുള്ള് പണ്ട് ഞാനിങ്ങനെ തന്നെയായിരുന്നു. കാറ് നമ്മൾ ഇടിപ്പിച്ച് കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഇവന് ഫുള്ള് ഈ ക്യാമറയുടെ സംഭവം ഭയങ്കര ഇഷ്ടം. അതുകൂട്ടം പുറകോട്ട് പോയി. അതുകൂട്ട് രണ്ടു പിള്ളേരുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ ഇവരെ ആക്കിനകത്ത് കേൾപ്പിച്ചിട്ട് വന്നത് രണ്ടും കൂടെ പുറത്തോട്ട് ഓടിച്ചാടി വന്നേക്കുക വീഡിയോ എടുക്കാനായിട്ട്.
അപ്പോൾ ഓക്കെ, ഞാനൊന്ന് പുറകിലോട്ടൊക്കെ ഇറങ്ങി പുറകിലെ സീറ്റും കൂടെ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ നിർത്തുന്നതായിരിക്കും. ഇത് സിമെൻ്റ് ഒക്കെ ഉണ്ട്, ഇത് ഞാൻ സീറ്റ് ഫുള്ള് പുറകിലോട്ട് വലിച്ചിട്ടേക്കുക. എന്നാലും അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ ഉണ്ട്, കണ്ട നല്ല സ്പേസ് ഉണ്ട് ഫുള്ള് ഫ്രണ്ടിലിരിക്കാനായിട്ട് വേണ്ടിയിട്ടേ. അപ്പോൾ കൊള്ളാം. ഇതാണ് നമ്മുടെ പുതിയ കാറിൻ്റെ മേജറായിട്ടുള്ള സംഭവം. ഇതിവിടെ പിന്നെ അയ്യോ ഇതിൻ്റെ ബട്ടൺ തപ്പിയെടുക്കാനായിട്ട് പാടാണ്, വേണ്ട നല്ല ഡിക്കി സ്പേസും ഉണ്ട്. ഇത് അടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പുതിയതായതിൻ്റെ കുറച്ച് ഇതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു മോഡൽ ആദ്യമായിട്ട് അത് യൂസ് ചെയ്യണത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പുറത്തോട്ട് പോയപ്പോഴേക്ക് സീറ്റ് ബെൽറ്റ് എല്ലാവരും ഇട്ടിട്ടുണ്ട്, എന്നിട്ടും കിടന്ന് അടിക്കുക കീ. അപ്പോൾ എനിക്ക് ഡൗട്ടായി, ഞാൻ നിർത്തി നോക്കുക, എല്ലാ ഡോറും അടിച്ച് നോക്കുക, അടച്ച് നോക്കിയിട്ട് എല്ലാം അടച്ചിട്ട് കീ അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു പ്രാവശ്യം ടെയിൽ ഗേറ്റ് അടക്കാനായിട്ട് മറന്നുപോയി, അതായത് ഡിക്കിയുടെ അവിടെ അടഞ്ഞ് ആണ്, പക്ഷെ അത് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടു. പിന്നെ ഒരു പ്രാവശ്യം നടുക്കത്തെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് മേളിൽ കിടക്കുമായിരുന്നു. പുറകെ സീറ്റിൽ പുറകെ റോയിൽ നടുക്കത്ത അതും ഇടണമായിരുന്നു. അത് ഇട്ടില്ലെങ്കിലും കാർ ഇത് അടിക്കുമായിരുന്നു. അതൊക്കെ നമുക്ക് അറിയില്ലായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പഴയ കാറിൽ ഇങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇതായിപ്പോയി. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ കാറൊന്ന് കഴുകട്ടെ കേട്ടോ. അപ്പോൾ സാരില്ല, കാറൊന്ന് കഴുകട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വീഡിയോ. ഇനി കുറച്ച് അധികം താമസിയാതെ എന്താ പറയുക, കുറച്ച് നാളൊന്ന് ഓടിച്ചിട്ട് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ വരുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട് കേട്ടോ, പക്ഷേ ടൈം കിട്ടുന്നില്ല. അതിനും അമ്മയും കൂടെ പുറകോട്ട് ഇറക്കിയിട്ടിട്ട് കാറൊന്ന് കഴുകാൻ കേട്ടോ. ഭയങ്കര ചെളി ആദ്യക്കൂട്ടി ഇച്ചിച്ചെന്ന് പറഞ്ഞത് ഇവിടെ ഈ നമ്മുടെ ഹൈപ്പർ വീലിൽ ഇത് വന്നപ്പോൾ കഴുക്ക് ഇന്നലെ ആ ഒരു കട്ടറെന്ന് പറയാൻ പറ്റില്ല, ചെളിക്കൂമ്പാരത്തിൽ കൂടെ എന്താണ് വന്നതാണ്. ഞങ്ങൾ ഇന്നലെ പോയത് നോർത്ത് പറവൂരായിരുന്നു റിസപ്ഷൻ, കല്യാണം വൈപ്പിന്. കല്യാണം കഴിഞ്ഞ് നോർത്ത് പറവൂരിൽ ഇവിടെ ഭയങ്കര അഴുക്കായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീനാക്കി, ചെറിയ തോതിലൊന്ന് ക്ലീനാക്കിയെന്നേ ഉള്ളൂ. നോർത്ത് പറവൂർ വന്നപ്പോഴേക്ക് നമ്മുടെ ആ മറ്റേ വഴിയാണ് വന്നത്. അതിൻ്റെ പേരെന്താണ്, നമ്മുടെ ലുലൂല കയറിപ്പോണ ആ വഴിയില്ല, അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇടപ്പള്ളിയിലോട്ട് കയറി ലുലു ആ വഴി വന്ന് നേരെ വയലിലെ വഴി കയറിപ്പോണത്. അപ്പോൾ ആ വഴിയാണ് വന്നത്. അവിടെ നിന്ന് വരുമ്പോഴേക്ക് പണി കാരണം കൊണ്ട് ഓരോരോ റോഡ് പണിയും മറ്റേ മെട്രോയുടെയൊക്കെ പണി എന്തിൻ്റെയൊക്കെ പണി കാരണം കൊണ്ട് റോഡൊക്കെ അടച്ചിട്ടേക്കുക. അപ്പോൾ ഏതോ വഴി ഞങ്ങൾ ഡൈവേർട്ട് ചെയ്യിപ്പിച്ച് വിട്ടിട്ട് ഏതോ പാലത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകേണ്ടിരുന്നു, വഴി തെറ്റിയിട്ട് ചെളി കുളിച്ച് ഒരുവിധമായി. ഇപ്പോൾ ഒന്ന് ക്ലീനാക്കി കിട്ടി. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇത് കണ്ടോ, ഡാഷ് ക്യാം ഫ്രണ്ടിലും പുറകിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് എക്സ്ട്രാ ഫിറ്റിങ്സ് ഞാൻ ചെയ്തത്. അത് പിന്നെ അണ്ടർ സർഫേസ് കോട്ടിങ്ങും പിന്നെ മഡ് ഫ്ലാപ്പൊക്കെ ചെയ്തുള്ളൂ. അപ്പോൾ അതിന് തന്നെ നല്ലൊരു എമൗണ്ട് ആയി. ഇത് കുറച്ച് വില കൂടിയ ഡാഷ് ക്യാമറ ഞാൻ വെച്ചാണ്, 13,000 രൂപ. അത് റെക്കോർഡിങ്ങും ഇതെല്ലാം ഉണ്ട്. എന്താ പറയുക, ഓഫ് ചെയ്തിട്ട് ഇംഗ്ലീഷിന് ഓഫ് ആണെങ്കിലും റെക്കോർഡ് ചെയ്യും. കാറിൽ സൗണ്ട് മീൻസ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റെക്കോർഡിങ്ങിനുള്ളൊരു സംഭവമാണ്. അത് കുഴപ്പമില്ലായിരുന്നു, നല്ല ഫീഡ്ബാക്ക്, നല്ല എന്താ പറയുക, ഒരു HD ക്വാളിറ്റിയിലൊക്കെ വീഡിയോ വരുന്നുണ്ട്. വേർത്ത് കുളിച്ചെന്ന് വയ്യാത്ത കാരണം കൊണ്ടേ പണിയെടുത്ത് ഇനിയൊന്ന് വെയിലരിക്കാലേ സുഖമുള്ളൂ. അപ്പോൾ എന്തായാലും അത് മാത്രം ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കണത്. മറ്റേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാനുള്ള ഇതും കൂടെ കിട്ടിയില്ല, എന്താ പറയുക, മാറ്റും ഇതൊക്കെ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളത്. അത് ഇനി വരണം. മറ്റേ നമ്മുടെ ഉള്ളിലുള്ള ഇതൊക്കെ ഇല്ലാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല, എന്താ പറയുക, ഈ മാറ്റൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മാറ്റ് ഞാനിപ്പോൾ ഇന്നലെ ചവിട്ടി വാങ്ങിച്ചിട്ട്, ഞാൻ രാത്രി ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് ചവിട്ടിയിട്ടാണ് ഓടിച്ചത്. പക്ഷേ അത് ഭയങ്കര വൃത്തികേടായി കിടക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പുതിയ കാറിൻ്റെ അപ്ഡേറ്റ്. ഇനി ഓരോരോ ചെറിയ അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. റീൽസ് നോക്കുക, റീൽസിൽ മിക്ക സാധനങ്ങളും ഞാനിപ്പോൾ ഇടുന്നുണ്ട്. ചെറിയ 1 മിനിറ്റിലെ ടൈം വേണ്ടി വരുള്ളൂ. അപ്പോൾ എൻ്റെ റീൽസ് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, നമ്മുടെ ഇതുമേലുണ്ട്, യൂട്യൂബ് ചാനലും ഉണ്ട്. അതുമ്പോൾ നോക്കുക. എല്ലാ അപ്ഡേറ്റുകളും ഇപ്പോൾ ഈ റീൽസിലാണ് ഞാൻ മെയിനായിട്ട് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.